ലവ് മാരേജ് സക്സസ് ആവുന്നവരുണ്ട്, ലവ് സക്സസ് ആവാത്തവരും ഉണ്ടല്ലോ. അതായിട്ടാ പറഞ്ഞത്, ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്നത്തെ കാലത്ത് ലവ് മാരേജ് ആണോ നല്ലത് അതോ അറേഞ്ച് മാരേജ് ആണോ നല്ലത്? ഇപ്പോൾ ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും പരസ്പരം മനസ്സിലാക്കുക, എന്നിട്ട് വിവാഹത്തെക്കുറിച്ച് തീരുമാനിക്കാം. അതാണ് പറയുള്ളത്. ഇപ്പോൾ ചിലവർക്ക് അറേഞ്ച് മാരേജ് സക്സസ് ആവുന്നവരുണ്ട്, ലവ് മാരേജ് സക്സസ് ആവുന്നവരുണ്ട്, ലവ് സക്സസ് ആവാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മാരേജ് അല്ല, ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൂടുതലും നന്നായിട്ടുണ്ടാവുക തോന്നുന്നു. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ലവ് മാരേജ് ആണ് കുറച്ചും കൂടി പ്രിഫർ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അറേഞ്ച്ഡ് ആയിട്ട് ഒരുപാട് കാലം സംസാരിച്ച് പരിചയപ്പെട്ട് കമ്പനി ആകുമ്പോൾ ഒരു ക്യാരക്ടർക്ക് മനസ്സിലാവും, എന്നിട്ട് നമ്മൾ കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. എൻ്റെ കുറച്ച് മുമ്പ് വരെ എനിക്ക് അറേഞ്ച് മാരേജ് ആയിരുന്നു കുറച്ചും കൂടെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പോഴാണ് കുറച്ചും കൂടി ഇപ്പോൾ ആർക്കും റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഇല്ല. പിന്നെ അതുപോലെ ഒരാളിനെ മാത്രം നോക്കി നിൽക്കണം. ഇപ്പോൾ ജനറേഷൻ കുറച്ച് വ്യത്യാസമാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നു ലവ് മാരേജ് ആയിരിക്കും കുറച്ച് ബെറ്റർ എന്നുള്ളത്. കാരണം ആളിനെ അറിയാം. ഇപ്പോൾ എല്ലാവർക്കും ലവ് മാരേജ് അവൾ പറഞ്ഞ പോലെ സക്സസ്ഫുൾ ആവണമെന്നില്ല. പക്ഷെ അതാണ്, ആ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് ആണോ സക്സസ്ഫുൾ എന്ന്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് കുറച്ചും കൂടെ ലവ് മാരേജ് ആണ് ബെറ്റർ. അറേഞ്ച് മാരേജ് ആണെങ്കിൽ നമുക്ക് ഇവരെ പരിചയപ്പെടാൻ കുറച്ച് സമയം ചോദിച്ചാൽ പോരെ? സമയം ചോദിച്ചാൽ അത് ശരിയാണ്. അതായിട്ടാ പറഞ്ഞത്, ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ആ ഒരു വ്യക്തി നല്ല രീതിയിലുള്ള ആളാണ്, അല്ലെങ്കിൽ ട്രൂ ലവിനെ മീൻസ് അറിയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ എല്ലാ ബോയ്സും അങ്ങനെയല്ല, ഗേൾസും അതുപോലെ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മാരേജ് എന്താണ് സക്സസ്ഫുൾ ആവുക എന്നുള്ളത്.